ഗൈസ് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ, സംഖ്യകൾ പറയുന്ന മണ്ടത്തരവും പൊട്ടത്തരവും വിവരക്കേടും കോമഡിയും ഒക്കെ മിക്സ് ആക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ ചെയ്യുന്ന പരിപാടി വളരെ ഷോർട്ട് ആക്കിയിട്ടും പറയാം, ട്രോൾ എന്ന്. അപ്പൊ ഞാൻ ട്രോൾ ചെയ്യുമ്പോൾ എന്നെ ട്രോളാൻ കുറെ ടീംസ് ഉണ്ടാവൂലേ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്നെ പറ്റി ഇറക്കിയ മീംസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് മീം വായിക്കാം. ഇത് വായിക്കാനല്ലേ ഉള്ളത്. ഇത് എഡിറ്റ് ചെയ്തിട്ട് എന്റെ ഫോട്ടോ ആടിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് എന്തല്ലേ അടിപൊളി അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ആര് എഡിറ്റ് ചെയ്താണെങ്കിലും അടിപൊളിയാണ്. ഇനിയും എഡിറ്റ് ചെയ്യാം. ഗൈസ് അടുത്ത മീം കണ്ടോ, എന്നെ വേറെ ലെവലാക്കിയിട്ടുണ്ട്. അതായത് പരലോകത്തുള്ള ഏതോ ഒരു അറിയപ്പെട്ട ഒരാളെ മുകളിൽ എന്റെ മുഖം കൊണ്ടേ വെച്ചിരിക്കുകയാണ്. എന്റെ പുറകിൽ കുറെ പെണ്ണുങ്ങളുണ്ട്. അത് നമ്മൾ നോക്കണ്ട. അതെന്ന് വെച്ചാൽ ഇതൊക്കെ സംഖ്യകളുടെ ഒരു വികാരമായിട്ട് കണ്ടാൽ മതി. എന്താന്ന് വെച്ചാൽ നമ്മൾ അവരെ കളിയാക്കുന്നില്ലേ, അപ്പൊ അവർക്ക് ഒരു കളിയാക്കാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കണം. എന്തായാലും മീം അടിപൊളിയാണ്. ഇത് അടുത്ത മീം. ഓ, എന്നെ ഹനുമാനാക്കിയ ഗൈസ്. ഹനുമാനാക്കിയ മാത്രമല്ല എന്തൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചുതരാം. ഓന്തോത്ത മലരൻ. എടാ എന്താടാ പറയുന്നത്? ഓത്തും ബൈച്ചല്ല നമ്മളെ ചാനലിലൂടെ ഞാൻ എന്തായാലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാനിവിടെ യാസിൻ ക്ലാസും ഖുർആൻ ക്ലാസും ഒന്നല്ല എടുക്കുന്നത്. ഞാനിവിടെ നിങ്ങളെ പോലെയുള്ള മണ്ടന്മാരായ സംഖ്യകൾ പറയുന്ന മണ്ടത്തരം ജനങ്ങളെ മുൻപിലാണ് എത്തിക്കുന്നത്. അതിന് പറയാണ് എന്തോത്താണ് മലരൻ എന്ന്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. അപ്പോ ഈ ഒരു മീം എഡിറ്റ് ചെയ്ത സംഖ്യയോട് പറയാനുള്ളത്, വെറുതെ വിവരക്കേട് വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ എഴുതി വിടല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കല്ലേ, ഇതെല്ലാം ഉണ്ടാക്കിയവന്റെ അവസ്ഥ. ചാണകം തിന്നിട്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് പോലും ബുദ്ധിയില്ലാത്ത നാറികളായിരിക്കും ഇതേപോലത്തെ മീമൊക്കെ ഉണ്ടാക്കുന്നത്. എന്തായാലും ഒരു കണ്ടം കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് വായിക്കാം. വായനാറ്റ സുഡു. വായനാറ്റ സുഡു എന്ന് വെച്ചാൽ എസ് ടി പേക്കാരെ വായൊക്കെ മണക്കുന്നതാണ് ഈ സംഖ്യകൾ പറയുന്നത്. എസ് ടി പേക്കാരെ വായ എങ്ങനെ മണത്താലും ചാണകം തിന്നിട്ട് മണക്കുന്ന വായില്ലേ, അതേപോലെ ഒരിക്കലും ആവൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ എഴുതി വിട്ടവന്റെ വിവരക്കേട്. ഏതെങ്കിലും ചാകയിൽ നിന്ന് മണ്ടത്തരവും പഠിച്ചു വെച്ച് ഫേസ്ബുക്കിൽ ഓരോ മീംസ് അടിച്ചു വിടുകയാണ്. നിങ്ങളോടൊന്നും പറയാനില്ല, സഹതാപം മാത്രം. ഫസ്റ്റ് ചാണകം തിന്നു നിർത്ത്. എസ് ടി പേക്കാരെ വായു മണക്കോ അതേപോലെ തന്നെ ബേക്ക് മണക്കോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങളെ വായി എന്തായാലും മണക്കും. ചാണകം തിന്നു കഴിഞ്ഞാൽ 2 ദിവസം വരെ മണക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം. അടുത്ത മീം ഗൈസ്, ഇവിടെ പന്നിയുടെ മുഖം വെച്ചാന്നിട്ടുണ്ട്, വായിൽ അപ്പി വെച്ചാന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയവന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കല്ലേ. എങ്ങനെയെങ്കിലും എന്നെ മാനസികമായിട്ട് തളർത്താം. പക്ഷെ അവനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കുക പൊട്ടന്മാരെ. എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടോ. സ്വന്തം പെങ്ങളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ, സ്വന്തം പെങ്ങളെല്ലാം പീഡിപ്പിച്ച് ഗർഭിണിയാക്കാൻ മാത്രം കാമമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടാവും. ഉണ്ടാവും തീർച്ചയായിട്ടും. നിങ്ങളെ കൂട്ടത്തിൽ, സംഖ്യകളുടെ കൂട്ടത്തിൽ. സ്വന്തം അമ്പലത്തിലിട്ടിട്ട്, അതായത് നിങ്ങൾ ആരാധിക്കുന്ന അമ്പലത്തിലിട്ടിട്ട് ഒരു പെണ്ണിനെ എത്ര ആളെ കൂടിയിട്ട് എത്ര ദിവസം പീഡിപ്പിച്ച ടീമാണ് നിങ്ങൾ. പോപ്പുലർ ഫ്രണ്ടുകാരൻ പിടിയിൽ. എടാ നിങ്ങളെല്ലാം എന്താണ് വിചാരിച്ചു വെച്ചിട്ടുള്ളത്? ഞാൻ എന്താ പറയാ, PF5ന്റെ ആർമിയാണെന്നാണ് വിചാരിച്ചു വെച്ചിട്ടുള്ള മണ്ടന്മാരെ. അങ്ങനെയൊന്നല്ല. ഞാനിതുവരെ STP സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടില്ല, അതിനെക്കൂടെ സംസാരിക്കില്ല. പക്ഷെ അവരെ ഞാൻ വെറുപ്പിക്കില്ല. കാരണം പറഞ്ഞല്ല, അവരിൽ കുറച്ച് നന്മയുണ്ട്, നിങ്ങളിലും കുറച്ച് നന്മയുണ്ട് സംഘങ്ങളിൽ. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ ക്ലച്ച് പിടിക്കുന്നില്ല എന്നറിയോ? കാരണം വേറൊന്നല്ല, നിങ്ങളെ രണ്ടുപേരുടെ ചെറിയൊരു ചിന്ത ഇതാണ്. അതെന്ന് വെച്ചാൽ ചിന്തിക്കുന്നത് വേറെതായിട്ടാണ്. നിങ്ങൾ മറ്റുള്ള മതക്കാരെ കാണുമ്പോൾ 2 പാർട്ടിയിലുണ്ട്, ഒരു പാർട്ടിയായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല, 2 പാർട്ടിയിലുണ്ട് വർഗീയവാദികൾ. അങ്ങനെ തന്നെ പറയും ഞാൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോകുന്നത്, അലാക്കായി പോകുന്നത്. ആ മീമിന്റെ അവസാനം ഇങ്ങനെയാണ് വരുന്നത്. ഓപ്പറേഷൻ കർമ്മ എന്ന് പറഞ്ഞിട്ടാണ് ആ മീം നിർത്തുന്നത്. എന്തായാലും ഇത് കർമ്മ ന്യൂസിൽ വന്ന ന്യൂസാണ് പോലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എഡിറ്റൊക്കെ ചെയ്ത് നല്ല മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. കർമ്മ ന്യൂസിലൊക്കെ വരുന്നത് വിശ്വസിക്കുന്ന ഏതെങ്കിലും നാറി ഉണ്ടോടാ ഈ കേരളത്തിൽ? പച്ച വർഗീയത തുപ്പാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന 2-3 നാറിച്ചികളും വാർത്ത വായിക്കുന്ന ചാനലാണ് ഈ കർമ്മ എന്ന് പറയുന്ന. തീട്ടെന്നൊന്നും പറഞ്ഞ പോരാ. അങ്ങനെ പച്ചക്ക് പറയുന്നതിനെ കൊണ്ടൊന്നും വിചാരിക്കരുത്. ഇങ്ങനെ തന്നെ പറയണം. പച്ച വർഗീയത മാത്രം തുപ്പായിരിക്കുന്ന കുറച്ച് ആൾക്കാരുള്ള ഇതാണ്. അല്ലെന്ന് വരുന്ന ഒന്നും വിശ്വസിക്കാൻ പാടില്ല. പച്ച വർഗീയത പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ചാനൽ അതൊക്കെ. അടുത്ത മീം അതാണ് ഇഷ്ടപ്പെട്ടുണ്ട്. അതാണ് ഇഷ്ടപ്പെട്ട് എന്റെ മുഖം അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു വെളിച്ചെണ്ണ, അതായത് ഉസ്താദ്മാരെ പണ്ട് വെളിച്ചെണ്ണ കളി ഉണ്ടല്ലോ, അതാണ് ഇവിടെ കണ്ടത്. എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അടിപൊളി. അടുത്തതാണ്. ഇത് നേരത്തെ കണ്ട തന്നെ ഓന്തോത്ത്, പിന്നെ എന്റെ മുഖം അതേപോലെ തന്നെ എന്താ പറയാ, അങ്ങനെ തന്നെ ശരിക്കും കണ്ടാൽ എന്നെ ഇതേപോലെ തന്നെ അവിടെ ഉണ്ടാവാനേ. നിങ്ങൾ അങ്ങനെ ആക്കണമെന്നില്ല. ഇതെന്റെ ക്യാമറന്റെ പവറാണ് ഞാനിപ്പോ ഇങ്ങനെ ഇത്രയും കത്തിയിട്ട് നിൽക്കുന്നത്. എന്തായാലും അത് കൊള്ളാം കേട്ടാ. ഇതേപോലെയൊക്കെ നല്ല രീതിയിൽ മീംസ് ഉണ്ടാക്കുക. എന്നെ കുറെ ഉയരങ്ങളിലേക്ക് സംഖ്യകൾ തന്നെ എത്തിക്കും ഇതേപോലത്തെ മീംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. എന്താ പറയാ, നിങ്ങൾ കാരണമാണ് ഞാൻ കഞ്ഞി കുടിച്ച് പോകുന്നത്. നിങ്ങൾ വേണം. എന്റെ ആഗ്രഹം എന്താണെന്നറിയോ? നിങ്ങൾ കേരളം ഭരിക്കണം, എന്നിട്ട് നിങ്ങളെ കുറ്റം പറയണം. അത് നടക്കൂല, പക്ഷെ എന്റെ സ്വപ്നം മാത്രം. എന്തായാലും അടുത്ത മീം ഗൈസ്, ഈ മീം ഇങ്ങനെയാണ് വരുന്നത്. വളിത്താത്തയുടെ മോൻ. അല്ലടാ, വളിയിടാത്ത മനുഷ്യനുണ്ടോ? എന്റെ അറിവിലില്ല, ഉണ്ടാവൂല. അങ്ങനെ ഉണ്ടാവാനും പാടില്ല. കാരണം വേറൊന്നല്ല, മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗ്യാസ് വളിയായിട്ട് പുറത്തു പോയിട്ടില്ലെങ്കിൽ പല രോഗവും വരും. ഇപ്പൊ ഈ സംഖ്യ രോഗം പിടിച്ച് ചൊറി പിടിച്ച സംഖ്യ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ല. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്തായാലും വളിത്താത്തയുടെ മോൻ എന്നൊക്കെ നല്ലൊരു പേരാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ ഒരു 7 ആളെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൽ ഞാനും ഉണ്ട്. ഇതിൽ 2-3 പേരെ എനിക്കറിയാം. അതിന്റെ മുകളിൽ എന്തോ ഇത് വെച്ചിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. സുരേഷ് ഗോപിക്കെതിരെ വ്യാജ വാർത്തയും വർഗീയ വേഷവും. വർഗീയ വേഷം ഞാൻ ഒപ്പുന്നതാ. ഞാൻ ഇന്ന് വരെ സുരേഷ് ഗോപി സാറിനെ പറ്റി, സാറെന്ന് പറയാൻ ഗോപിയേട്ടൻ, സംഗീത് സുരേഷ് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. അദ്ദേഹത്തെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ വളരെ മോശപ്പെട്ട രീതിയിലൊന്നും ചിത്രീകരിച്ചിട്ടില്ല. സത്യം തന്നെയാണ് പറഞ്ഞത്. വ്യാജമായിട്ട് ഞാനെന്ത് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ പറഞ്ഞ വട്ടന്മാരെ, വർഗീയ വേഷവും തുപ്പുന്ന ഈ സുഡാപ്പി ബ്ലോഗർമാരെ തിരിച്ചറിയുക. സുഡാപ്പി ബ്ലോഗർ നിന്റെ അപ്പൻ, ഈ മീം ഉണ്ടാക്കിയവന്റെ അപ്പനായിരിക്കും സുഡാപ്പി. നിങ്ങളൊക്കെ എന്താണ് പറയുന്നത്? ഞാൻ സുഡാപ്പി എന്നല്ലടാ. ഞാൻ എത്ര വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഈ പൊട്ടന്മാരോട് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല കേട്ടാ. ഞാനെന്ന് വെച്ചാൽ CPM അനുകൂലിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടന്മാര് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? ഇതേപോലത്തെ മീമൊക്കെ ഉണ്ടാക്കുന്ന തീട്ടസംഖ്യകൾക്ക് ചാണകം തിന്ന് ബുദ്ധി ഇല്ലാണ്ടായി പോയി. ഇതേപോലത്തെ വാക്കൊന്നും ഇനി എന്റെ കമന്റ് ബോക്സിൽ വന്ന് അടിക്കണ്ടേ. നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞോ, ഞാൻ സുഡാപ്പിയാന്ന് പറഞ്ഞിട്ട് വെറുതെ എന്തെങ്കിലും അടിച്ചു വിടാണ് ഇതേപോലത്തെ നാറുകളായ സംഖ്യകൾ. എന്തായാലും അടുത്ത മീം
ഗൈസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മീമാണ് കണ്ടത്. വെളിച്ചെണ്ണ മുസ്ലിം ആണെങ്കിൽ അവൻ ബ്ലോഗർ ആണെങ്കിൽ സംഖ്യകളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വായനാട്ടി സുഡു. പിന്നെ അതേപോലെ തന്നെ വർഗീയവാദി എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ കുറെ പോസ്റ്റ് ഇടുന്ന കുറെ തീട്ടങ്ങളുണ്ട്. അമ്മരോടൊന്നും എനിക്ക് പറയാനില്ല, പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഉസ്താദ് ഓന്ത് അൽ ഫലക്കട വിവരമില്ലാത്തതേ. നിങ്ങളെന്തിനാ മറ്റുള്ളവരോ മതത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്നതല്ലേ? ഒന്ന് ആലോചിച്ചോക്കട, ഇവന്മാരൊക്കെ മനോനില ഒന്ന് ആലോചിച്ചോക്കല്ലേ. പാവപ്പെട്ട രണ്ട് രീതിയിലും നമുക്ക് ജീവിക്കടാ. നല്ല രീതിയിൽ, അതായത് സൗഹൃദത്തിനും ജീവിക്കാം, വർഗീയത മനസ്സിലിട്ടിട്ടും ജീവിക്കാം. ഇതേപോലത്തെ ആൾക്കാരൊക്കെ വർഗീയത മനസ്സിലിട്ടിട്ടാണ് ജീവിക്കുന്നത്. ഇവന്മാരോട് നമ്മളിപ്പോ പറഞ്ഞു കൊടുത്ത് ഇവന്മാരുടെ മനസ്സിലുള്ള വർഗീയത പോക്കാന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കുന്ന സംഭവമല്ല. അപ്പൊ ഇവന്മാരിങ്ങനെ ചലച്ചുകൊണ്ടേ നിൽക്കട്ടെ. വിവരമില്ലാത്തവൻ എന്തൊക്കെയോ പറയുന്നു അങ്ങനെ വിചാരിച്ചാൽ മതി. അതേപോലെ മുസ്ലിംസിന് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവരെ വിശ്വാസമായിട്ട് അവർ ജീവിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസമായിട്ട് നിങ്ങളും ജീവിക്കും. അപ്പൊ എനിക്ക് വേറൊന്നും പറയാനില്ല. നമ്മളെന്തായാലും വീഡിയോ എടുത്താണ്. എനിക്ക് ഈ രണ്ട് മതക്കാരുള്ള വർഗീയവാദികളോടും പറയാനുള്ളത്, എടാ നമ്മളൊക്കെ മനുഷ്യനാണ്. മനുഷ്യൻ ഉണ്ടായതിനു ശേഷമാണ് മതം ഉണ്ടാക്കിയത്. അതൊന്ന് മനസ്സിലാക്കും. മനുഷ്യനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളൊരു മനുഷ്യനെ ഒരിക്കലും വെട്ടിക്കൊല്ലാനൊന്നും തോന്നില്ല. അതുകൊണ്ട് എല്ലാവരും വർഗീയവാദികളാവാതെ നല്ല രീതിയിൽ വർഗീയവാദികളുടെ ഇടയിൽ പെട്ടുപോകാതെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഫോളോ ചെയ്യുക.